ഇങ്ങനെയുള്ള ഒരു സമരത്തെയാണ് കേരളത്തിലെ മലയാളം മാധ്യമങ്ങൾ സമാധാനപരമായി നടത്തുന്ന സമരമെന്ന് വ്യാഖ്യാനിക്കുന്നത്. അതായത് RAF ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് ആൾക്കൂട്ടം. നേരത്തെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഖാലിസ്ഥാൻ വാദികളുടെ ആയുധ പരിശീലനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വാളുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ഇവന്മാർ നടു റോഡിൽ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ CRPF ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒപ്പം ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വസ്ത്രത്തിൽ മുടിക്കും ഉൾപ്പെടെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയാണ്. അപ്പം നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ആഭാസത്തെയാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ, നമ്മൾ ഒഴിച്ചുള്ള മറ്റു മാധ്യമങ്ങൾ ഡൽഹിയിൽ സമാധാനപരമായി സമരം നടത്തുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് മാധ്യമധർമ്മമാണുള്ളത് എന്ന് ആദ്യത്തെ ചോദ്യം തന്നെ അവിടെ ഉയരുകയാണ്. കാരണം മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമം ഉണ്ടാവുകയാണ്. ഇന്നലത്തെ റൈറ്റ് സൈഡിൽ ഞാനിത് പറഞ്ഞു. ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പല ആങ്കർമാരും പാറ്റ സമരത്തെപ്പറ്റി വലിയ തോതിൽ വാചാലമാകുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ ചാനലുകളുടെ റിപ്പോർട്ടർമാർക്ക് നേരെ അവിടെ അക്രമം ഉണ്ടായിരിക്കുകയാണ്. ഈ വസ്തുതയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയോ ഉള്ള കുഴലൂത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പാറ്റ സമരത്തെ വെള്ളപൂശാൻ ഈ രാജ്യവിരുദ്ധന്മാരുടെ, ജിഹാദികളുടെയും അന്ധമായിട്ടുള്ള ഇടത് തീവ്രവാദികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഈ കലാപശ്രമത്തെ വെള്ളപൂശുവാനുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രമമാണ് ആദ്യം അപലപിക്കേണ്ടത്. ഒപ്പം